إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر فما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ 10 എത്തി നിൽക്കുകയാണ് നമ്മൾ. കഴിഞ്ഞ ദിനരാത്രങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കഴിഞ്ഞുപോയി. ഇനി ബാക്കി നിൽക്കുന്ന ഏതാനും ദിവസങ്ങളാണ് നമ്മളുടെ മുമ്പിലുള്ളത്. ഈ ദിവസങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിനങ്ങളെപ്പോലെ അല്ല അള്ളാഹുവിൻ്റെ റസൂൽ പരിഗണിച്ചിരുന്നത്. അവസാനത്തെ 10 ദിവസങ്ങൾ വളരെ പ്രാധാന്യപൂർവ്വം റസൂൽ പരിഗണിച്ചിരുന്നു. സഹാബികൾ പരിഗണിച്ചിരുന്നു. റസൂൽ അത് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അവസാനത്തെ 10 വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഹദീസുകളിൽ വന്നിരിക്കുന്നത് ഷദ്ദ മിഇസറഹു വഅഹിയൽ ലൈല വഅഖല അഹ്ലഹു എന്നാണ്. 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഷദ്ദ മിഇസറഹു, അദ്ദേഹത്തിൻ്റെ തുണി അരയുടുപ്പ് മുറുക്കി ഉടുക്കുമായിരുന്നു എന്നാണ്. അതിൻ്റെ ഉദ്ദേശം ആങ്ങി ഒരുങ്ങി ആരാധനയ്ക്ക് വേണ്ടി മുഴുകുമായിരുന്നു എന്നാണ് ഒരു ആലങ്കാരിക ശൈലിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഉടുത്ത് തുണി മുറുക്കി ഉടുത്ത് ഒരുങ്ങി നിൽക്കും, ഇബാദത്തുകൾ ചെയ്യാനും പ്രാർത്ഥനകൾ നിർവഹിക്കാനും ഒക്കെ റെഡിയായി നിൽക്കുകയായിരുന്നു റസൂൽ ചെയ്തിരുന്നത്. രണ്ടാമത് പറഞ്ഞത് വഹിയൽ ലൈല, രാത്രി സജീവമാക്കും അള്ളാഹുവിൻ്റെ റസൂൽ. ഉറങ്ങുന്ന സമയമാണ്, പക്ഷെ ഉണർന്ന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥനയും ഇബാദത്തുകളുമായി റസൂൽ കൂടും. മൂന്നാമത് പറഞ്ഞത് വഅഖല അഹ്ലഹു, വീട്ടുകാരെ വിളിച്ചുണർത്തും റസൂൽ. ഉറങ്ങുന്ന ഭാര്യമാരെയൊക്കെ വിളിച്ചുണർത്തും. ഇതിന് പ്രാർത്ഥിക്കാനും ആരാധനയിൽ മുഴുകാനും ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിർദ്ദേശം നൽകും. ഈ 3 കാര്യവും അവസാനത്തെ 10 ആകുമ്പോഴേക്ക് റസൂൽ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമാണ്. നമ്മുടെ മുമ്പിൽ ഈ അവസാനത്തെ 10 നമ്മളുള്ളത്. നമ്മൾ ആലോചിക്കുകയും വീണ്ടും
വീണ്ടും വിചാരം എടുക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണിത്. കഴിഞ്ഞ ദിവസങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് തന്നെ ഇനി എന്തെല്ലാം പരിഷ്കരിക്കാനുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഓരോരുത്തരും സ്വന്തമായിട്ടാണ് ആലോചിക്കേണ്ടത്. ഞാൻ എന്തിനി ചെയ്യേണ്ടതുണ്ട്, കൂടുതൽ അള്ളാഹുവുമായിട്ട് അടുക്കാൻ, ആരാധനകൾ ചെയ്യാൻ, നോമ്പിൻ്റെ ഫലം പരമാവധി നേടിയെടുക്കാൻ എനിക്ക് എന്തുണ്ട് ഇനി ചെയ്യാൻ എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ആലോചിച്ച് മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്യേണ്ടത്. കാന യജ്തഹിദു ഫി അശ്റിൽ അവാഹിരി മാലാ യജ്തഹിദു ഫി ഗൈരിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നത്, മറ്റു ദിവസങ്ങളിലൊന്നും ശ്രദ്ധിക്കാത്തതിനേക്കാളേറെ അങ്ങേയറ്റത്തെ ശ്രമം റസൂൽ അവസാനത്തെ 10 നടത്തിയിരുന്നു എന്നാണ്. അപ്പോൾ ഇനിയുള്ള 10 ദിവസങ്ങളാണ്, ആ പറഞ്ഞ 10 ദിവസങ്ങളാണ് നമ്മളുടെ മുമ്പിലുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ ഈ ദാനധർമ്മങ്ങളെപ്പറ്റി റസൂൽ ഈ അവസാനത്തെ 10കളിൽ, റംളാനിലും പ്രത്യേകിച്ച് അവസാനത്തെ 10കളിൽ ചെയ്തിരുന്നത് കരീഹിൽ മുർസല എന്നാണ് അതിന് ഉപയോഗിച്ച വാക്ക്. ശാന്തമായി ഒഴുകുന്ന കാറ്റുപോലെ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു റസൂൽ എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ മന്ദമാരുതൻ കാറ്റ് ഇങ്ങനെ അടിച്ചു വീശുമ്പോൾ അത് യാതൊരു ആൾ വ്യത്യാസവുമില്ലാതെ വകഭേദവുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ കഴിയും. ആ രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു എന്നാണ്. നമ്മൾക്കതിന് ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്, ചെലവഴിക്കാൻ ധാരാളം സന്ദർഭങ്ങളുണ്ട്, പല രൂപത്തിലുള്ള സഹായങ്ങളും നമ്മളുടെ അടുക്കൽ അഭ്യർത്ഥിച്ച് വരുന്നവരുണ്ട്. കൊടുക്കേണ്ടവർക്കും നൽകേണ്ടവർക്കുമൊക്കെ കൈയഴച്ച് മനസ്സ് തുറന്നു കൊടുത്തുകൊണ്ട് ദാനധർമ്മങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കേണ്ട പരലോകത്തേക്കുള്ള സമ്പാദ്യമായിട്ടാണ് അതിനെ നമ്മൾ കാണേണ്ടത്. മറ്റൊരു കാര്യം, അവസാനത്തെ 10 ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ആ രാത്രിയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് ആ വിഷയത്തിൽ മാത്രമുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്രി. തീർച്ചയായിട്ടും ഈ ഗ്രന്ഥത്തെ, ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചത് ഖദ്റിൻ്റെ നിർണയത്തിൻ്റെ ആ രാത്രിയിലാണ്. ആ രാത്രി റംളാൻ മാസത്തിലാണ്, അവസാനത്തെ 10ലാണ്. വിശുദ്ധ ഖുർആൻ തന്നെ ഖുർആനെ പറ്റി പറയുന്നത് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസത്തിലാകുന്നു ഖുർആൻ അവതരിച്ചതെന്നാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക്കത്തിൻ. അനുഗ്രഹീതമായൊരു രാത്രിയിലാണ് നാം ഖുർആൻ അവതരിപ്പിച്ചെന്ന് പറയുന്നു. ആ രാത്രിയെ ഖുർആൻ ഉപയോഗിച്ച വാക്കാണ് ലൈലത്തുൽ ഖദ്ർ. ഈ ഒരൊറ്റ ചെറിയ സൂറത്തിൽ 3 തവണ വാക്ക് ഉപയോഗിച്ചു അല്ലാഹു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. എന്താണ് ലൈലത്തുൽ ഖദ്ർ എന്ന് നിനക്ക് അറിയിച്ചിരുന്ന കാര്യം എന്താണ്? മൂന്നാമത്തെ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയാണ്. 3 തവണ ലൈലത്തുൽ ഖദ്ർ ആവർത്തിച്ച് ഒരൊറ്റ സൂറത്തിൽ, ചെറിയൊരു സൂറത്തിൽ അള്ളാഹു പറയുന്നത് അതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ്. അതിൻ്റെ പ്രാധാന്യം ഇവിടെ പറഞ്ഞത് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി എന്നാണ്. 1000 മാസം എന്ന് പറഞ്ഞാൽ 82 വർഷത്തിലധികം വരും. ഒരു പുരുഷായുസിനേക്കാൾ ദൈർഘ്യമേറിയ ഒരു കാലം. അത്ര ശ്രേഷ്ഠമായ ഒരു രാത്രിയാണ് ഈ ഒരു അവസാനത്തെ 10ൽ നമ്മുടെ മുമ്പിൽ വരാൻ നിൽക്കുന്നത്. തഹറൗ ഫിൽ അശ്റിൽ അവാഹിരി മിനർ റമളാൻ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, റംളാൻ്റെ അവസാനത്തെ 10ൽ നിങ്ങൾ ആ ലൈലത്തുൽ ഖദ്ർ അന്വേഷിക്കുക, താല്പര്യപൂർവ്വം ശ്രദ്ധയോടുകൂടി ആ ലൈലത്തുൽ ഖദ്ർ നേടണമെന്ന താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കണമെന്ന് റസൂൽ പറഞ്ഞു. പിന്നെ ആ സൂറത്തിൽ പറയുന്നത് തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ. അന്ന് ആ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ മലക്കുകൾ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ആകാശലോകത്ത് അള്ളാഹുവിനെ സ്തുതിച്ചും വാഴ്ത്തിയും അവനെ പ്രണമിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ കഴിയുന്ന അനേകായിരം മലക്കുകളാണ്. ലാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അള്ളാഹുവിനല്ലാതെ അതിൻ്റെ എണ്ണം അറിയില്ല എന്ന്. അള്ളാഹുവിനല്ലാതെ അറിയില്ല. അത്ര ബാഹുല്യമുണ്ട് മലക്കുകൾക്ക് അവിടെ. ആ മലക്കുകൾ ഒരു കൂട്ടം ഇങ്ങോട്ട് ഇറങ്ങി വരും. വറൂഹു, റൂഹ് എന്ന് ഖുർആൻ ഉപയോഗിച്ചത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ കുറിച്ചാണ്. ജിബ്രീൽ അലൈഹിസ്ലാം ഇറങ്ങി വരുമെന്ന്. ജിബ്രീൽ അലൈഹിസ്ലാം
മലക്കുകളുടെ നേതാവാണ്. അദ്ദേഹമാണ് എല്ലാ നബിമാർക്കും വഹി എത്തിച്ചു കൊടുത്തിരുന്നത്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി എത്തിച്ചു കൊടുത്തിരുന്നതും ജിബ്രീൽ അലൈഹി ഇസ്ലാമിയാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതോടുകൂടി, വഫാത്താകുന്നതോടുകൂടി ആ വരവ് നിന്ന് കഴിഞ്ഞു. പിന്നീട് ജിബ്രീൽ അലൈഹി ഇസ്ലാം പിന്നീട് വരുന്നത് ആ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ, അഥവാ വിശുദ്ധ ഖുർആൻ അവതരണം തുടങ്ങിയ ആ രാത്രിയിൽ എല്ലാ വർഷവും ഒരിക്കൽ കൂടി ജിബ്രീൽ ആവർത്തിച്ചിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. അതാണ് ആ ദിനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അള്ളാഹുവിൻ്റെ റസൂൽ ആയിഷ അള്ളാഹിനൊക്കെ പറയുന്നത്, റസൂല് ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാം അവസാനത്തെ പത്തിൽ റസൂലുള്ളാഹിനെ സന്ദർശിക്കാൻ വരുമായിരുന്നു. എഴുത്തിക്കാഫിരിക്കുന്ന റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് ഖുർആൻ പാഠം നോക്കി തിരിച്ചു പോകും ജിബ്രീൽ അലൈഹി ഇസ്ലാം. ആയിഷ തന്നെ പറയുന്നത്, ജിബ്രീൽ വരുമ്പോൾ റസൂൽ അതിനുവേണ്ടി സജ്ജമാകും, ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യും, പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കും റസൂലുള്ള. അങ്ങനെയൊക്കെ റസൂൽ ചെയ്തിരുന്നു. ആ ജിബ്രീൽ തന്നെയാണ് ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ വരുന്നത്. മലക്കുകൾ വരുന്നു. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതോദയം വരെ പുലരിയോളം കാലം സമയം ആ രാത്രി സമാധാനമാണ് എന്ന് ഖുർആൻ പറഞ്ഞിരുന്നു. നമ്മൾക്കറിയില്ല ഏത് രാത്രിയാണെന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഫിൽ അഷറിൽ അവാഹിരി മിനൽ വിത്രി, അവസാനത്തെ 10 ഒറ്റയായി വരുന്ന രാവുകൾ നിങ്ങൾ അന്വേഷിച്ചു കൊള്ളൂ എന്നാണ്. 27 ഒരു അഭിപ്രായമാണ്. പലരും അത് മാത്രം കരുതിയിരിക്കുന്നുണ്ട്. അതല്ല, റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞത് അങ്ങനെ കൃത്യമായി നിർണയിച്ച് പറയാതിരിക്കാൻ കാരണം നിങ്ങൾക്ക് ഖൈറായി വരാനാണ് എന്നാണ്, നിങ്ങൾക്ക് നന്മയായിട്ടത് വരാൻ വേണ്ടിയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അവസാനത്തെ 10 ഒറ്റയാരാവാണെന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് എല്ലാ ദിവസവും അന്വേഷിക്കേണ്ടി വരും, എല്ലാ ദിവസവും ഇബാദത്തുകൾ ചെയ്യേണ്ടി വരും. അതിനു വേണ്ടി കൂടുതൽ വർധനവ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്കൊരു നന്മയായിട്ടാണ് അള്ളാഹു അങ്ങനെ ചെയ്തത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറഞ്ഞത്. ഒരു ദിവസവും സമയമൊക്കെ നിർണയിച്ച് പറഞ്ഞാൽ ആ സമയം മാത്രം മനുഷ്യൻ കാത്തിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും അതിനു വേണ്ടി തയ്യാറാകാൻ വേണ്ടിയാണ് അള്ളാഹു അത് കൃത്യമായി നിർണയിച്ച് പറയാതിരുന്നത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞു. അതുപോലെ വേറെയും ഒരു കാര്യമാണ്, ഈ വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നൊരു സമയമുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ. ഇന്ന് റസൂലിനെ കയ്യോട് കാണിച്ചത് വളരെ കുറച്ചേ ഉള്ളൂ, കുറഞ്ഞ ചെറിയൊരു സമയമാണെന്ന് കാണിച്ചു. പക്ഷെ ആ സമയം ഏതാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. അത് ഈ സമയമായിരിക്കാം, ആ സമയമായിരിക്കാം. വെള്ളിയാഴ്ച അസറിന് ശേഷമാണെന്ന് പറഞ്ഞവരുണ്ട്. മിമ്പറിൽ കയറി ഇമാമ് ഖുതുബ നടത്തുമ്പോഴാണെന്ന് പറഞ്ഞവരുണ്ട്. ഇടയിലിരിക്കുന്നൊരു സമയമുണ്ട് 2 ഖുതുബയ്ക്കിടയിൽ, ആ സമയത്താകാമെന്ന് വളരെ ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നു. ഇതൊക്കെ ആ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രാർത്ഥനയിൽ എല്ലാ സമയം കഴിയുന്നിടത്തോളം പ്രാർത്ഥനയിൽ മുഴുകാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ അള്ളാഹു അങ്ങനെ തീരുമാനിച്ചതാകാം. അത് ഏതായാലും ലൈലത്തുൽ ഖദർ അവസാനത്തെ 10 ആയിഷ അള്ളാഹിനെ ചോദിച്ചു, നബിയെ ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി ഏതാണെന്ന് ഏതെങ്കിലും വിധേയനെ എനിക്ക് മനസ്സിലായാൽ ഞാൻ എന്താണ് ചെല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ റസൂല പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. നമുക്കറിയുന്നൊരു പ്രാർത്ഥനയാണ്. അതാണ് ആ രാത്രിയുടെ പ്രത്യേകത. അല്ലെങ്കിൽ ആ അവസാനത്തെ 10 നമ്മൾ ഊന്നി നിൽക്കേണ്ട ഒരു ആശയം അതാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹുവേ നീ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, മാപ്പ് കൊടുക്കുന്നവനാണ് എല്ലാവർക്കും. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് തരണേ എന്ന്. അതേ നമുക്ക് പറയാനുള്ളൂ, അതാണ് പറയേണ്ടതും. അത്ര പറഞ്ഞാൽ മതി. അതാണ് നടക്കേണ്ട കാര്യം നമ്മളുടെ ജീവിതത്തിൽ. അള്ളാഹു നമ്മൾക്ക് മാപ്പ് തരണം, വിട്ടുവീഴ്ച ചെയ്യണം. ആ വിട്ടുവീഴ്ചയും മാപ്പും കിട്ടുമ്പോഴാണ് നമ്മുടെ റമളാൻ അർത്ഥവത്താകുന്നത്, നോമ്പ് അർത്ഥവത്താകുന്നത്. അത് നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയണം. ഈ അവസാനത്തെ 10 ദിനരാത്രങ്ങളിൽ ആരാധനകൾ ചെയ്ത്, പ്രാർത്ഥനകൾ ചെയ്ത്, നോമ്പിന് മാത്രമായി ഒഴിഞ്ഞിരുന്ന് എല്ലാ ഇബാദത്തുകളും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ കൊതിക്കേണ്ട ഒരു കാര്യം,
നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് പടച്ചവൻ നമ്മൾക്ക് മാപ്പാക്കി തരണം. ആ മാപ്പാക്കി തരലാണ് നമ്മളുടെ ആഗ്രഹം. നോക്കൂ, നമ്മളെല്ലാ ദിവസവും 5 നേരം നമസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളിലും ഈ മാപ്പിന് വേണ്ടി അപേക്ഷിക്കും. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി. നോക്കൊരു പ്രാർത്ഥനയാണ് നമ്മൾ അത്തഹിയ്യാത്തിൻ്റെ കൂടെ ചെല്ലുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു. അല്ലാഹുവേ, ഞാൻ അങ്ങോട്ട് മുന്നോട്ട് ചെയ്തതും പിന്തി ചെയ്തതുമൊക്കെ ഉണ്ട്, വീഴ്ച വരുത്തിയതൊക്കെ ഉണ്ട്. വമാ അസ്റർതു വമാ അലൻതു, ഞാൻ രഹസ്യമായി സ്വകാര്യമായി ചെയ്തതുണ്ട്, പരസ്യമായി ചെയ്തതുണ്ട് റബ്ബേ. അങ്ങനെ ഒരുപാടുണ്ട്. വമാ അൻത അഅലമു ബിഹി മിന്നി. അവിടെ ഉപയോഗിക്കുന്നൊരു വാക്ക് ശ്രദ്ധിച്ചു നോക്കൂ. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്നേക്കാൾ കൂടുതൽ അറിയുന്നവൻ നീയാണ് എന്നാണ്. എന്താണ് ആ പറഞ്ഞത്? നമ്മളുടെ ജീവിതത്തിൽ ചെയ്തു പോയ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ, തെറ്റുകളും കുറ്റങ്ങളൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട്, ആരും ചെയ്യാത്തവരുണ്ടാവില്ല. ആ കാര്യങ്ങൾ പലതും ഞാൻ മറന്നുപോയിട്ടുണ്ട്, വിസ്മൃതിയിലായിട്ടുണ്ട്. കാലം കഴിഞ്ഞപ്പോൾ, പഴക്കം ചെന്നപ്പോൾ അതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് പടച്ചോൻ. അൻത അഅലമു ബിഹി മിന്നി, നീയാണ് എന്നേക്കാൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവൻ പടച്ചവനെ. അതുകൊണ്ട് നീ എനിക്കത് പുറത്തു തരണേന്ന്. നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന അവിടെ അതാണ്. ഇത് മാത്രമല്ല, ഒരുപാട് രംഗങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ എനിക്ക് നീ മാപ്പ് തരണേ, വിട്ടുവീഴ്ച തരണേ എന്ന്. തെറ്റുകൾ ചെയ്യാത്തവരാരും ഉണ്ടാവില്ല. ആ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുക, പടച്ചവനോട് മാപ്പ് ചോദിക്കുക എന്നതാണ് പ്രധാനം. ആ മാപ്പ് ചോദിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഈ റംളാൻ്റെ അവസാനത്തെ 10 വരികയാണ്. ആ പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. മറ്റൊന്ന് എഴുത്തിക്കാഫാണ്. അവസാനത്തെ 10 റസൂലുള്ളാഹി എഴുത്തിക്കാഫ് ഇരുന്നിരുന്നു പള്ളികളിൽ. അത് ഒരു വലിയ പുണ്യകർമ്മമാണ്. പുരുഷന്മാർക്കും ഇരിക്കാം, സ്ത്രീകൾക്കും പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കാം. റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഇരുന്നിരുന്നു. പിന്നെയും സഹാബികളും റസൂലുള്ളാഹിൻ്റെ മരണശേഷം നബിൻ്റെ ഭാര്യമാർ എഴുത്തിക്കാഫ് ഇരുന്നിരുന്നു പള്ളിയിൽ എന്നൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ? മറ്റു ബന്ധങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ഒഴിവാക്കി ആരാധനയിലും പ്രാർത്ഥനയിലും മാത്രം മുഴുകിയിരിക്കുക എന്നാണ് ആ വാക്ക് ധ്വനിപ്പിക്കുന്ന അർത്ഥം. എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് ധ്വനിപ്പിക്കുന്ന അർത്ഥം അതാണ്. എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് ആരാധനാ പ്രാർത്ഥന കാര്യങ്ങളിൽ മാത്രം മുഴുകിയിരിക്കുക. അവസാനത്തെ 10 റസൂൽ ഇരുന്നിരുന്നു, പൂർണ്ണമായിട്ട് റസൂൽ ഇരുന്നിരുന്നു. മരിക്കുന്നതിന് തലേ വർഷം അവസാനത്തെ 20 ദിവസം റസൂൽ ഇരുന്നിരുന്നു. നമുക്ക് അവസാനത്തെ 10 ഇരിക്കാം, ഒരു ദിവസം കഴിയുന്നെങ്കിൽ അങ്ങനെ ഇരിക്കാം, രാത്രി മാത്രമാണ് കഴിയുന്നെങ്കിൽ അങ്ങനെ ഇരിക്കാം. ഏതാണോ സൗകര്യം അങ്ങനെ എഴുത്തിക്കാഫ് ഇരിക്കാം, പ്രാർത്ഥിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തിക്കാഫിരുന്ന രൂപം നമ്മൾ അറിയുന്നത് നല്ലതാണ്. റസൂലുള്ളാഹി 10 ആകുമ്പോൾ അവസാനത്തെ 10 സുബഹിയോട് കൂടി റസൂലുള്ളാഹി എഴുത്തിക്കാഫിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ പള്ളിയുടെ പുറത്ത് നിന്ന് അകത്തേക്ക് കയറി. അതാണ് നമ്മൾ എഴുത്തിക്കാഫ് ഇരിക്കേണ്ടത് പള്ളിയുടെ അകത്താണ്. പള്ളിയുടെ അകത്ത് കയറുന്നതോടുകൂടി തന്നെ നമ്മളുടെ പുറത്തുള്ള ഇടപാടുമായിട്ട് ബന്ധങ്ങൾ മുറിഞ്ഞു. നമ്മൾ പുറത്തല്ല ഇരിക്കുന്നത്, അകത്താണ് ഇരിക്കുന്നത്. ഈ ചുമരിൻ്റെ അപ്പുറവും ഇപ്പുറവും തമ്മിൽ വ്യത്യാസമുണ്ട്, ഒരേ സ്ഥലമാണ്. ഈ അകത്തിരുന്നാൽ ഇവിടെ കയറിയിരിക്കുമ്പോൾ തഹിയ്യത്ത് നമസ്കരിക്കണം, പള്ളിയോടുള്ള ആദരവുകൾ പുലർത്തണം, ഒക്കെ നമ്മളൊന്ന് ഒതുങ്ങിക്കഴിഞ്ഞു. ഈ ചുമരിന് അപ്പുറം പോയാൽ ഇതൊന്നും നമ്മൾക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം റസൂൽ ചെയ്തിരുന്നത് പള്ളിയുടെ അകത്ത് ഒരു ഹൈമ, ഒരു ടെൻറ്റ്, ചെറിയൊരു കൂടാരുണ്ടാക്കും, ഇരിക്കാൻ പറ്റുന്നൊരു തുണി കൊണ്ട് ഇങ്ങനെ മറച്ചുണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ അകത്തായിരുന്നു റസൂൽ ഇരുന്നിരുന്നത്. അപ്പോൾ കൂടുതൽ വീണ്ടും ഒതുങ്ങി. എന്നിട്ട് പാതിരാവുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ അതിൽ ഉണർന്നിരിക്കുകയാണ്. അഹിയല്ലയിൽ, രാത്രി സജീവമാക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉണർന്നിരിക്കും റസൂൽ. എന്തായിരിക്കും അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തിട്ടുണ്ടാവുക? പ്രാർത്ഥിക്കുക, തൻ്റെ നാഥൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കുക, പടച്ചവൻ്റെ മുമ്പിൽ മനസ്സ് തുറന്ന് സംസാരിക്കുക പടച്ചവനോട്. എന്തെല്ലാം പറയാനുണ്ടാകും? ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്കൊക്കെ പടച്ചവനോട് പറയാനുണ്ട് ഒഴിഞ്ഞിരുന്നാൽ. ഒന്ന്, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്തു നോക്കുക. നമ്മൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, മറ്റു പലർക്കും കിട്ടാത്ത അനുഗ്രഹങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു. ആ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട് നന്ദി കാണിക്കണം. അത് മനസ്സിൻ്റെ അകത്ത് നിന്നുണ്ടാകേണ്ട ഒരു വികാരമാണ്.
ആ വികാരം നമ്മൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയണം. രണ്ടാമത്തത്, നമ്മളുടെ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പലതും പടച്ചവനോട് ഏറ്റു പറയേണ്ടതുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഏറ്റു പറയാനുണ്ടാകും. ആ കാര്യങ്ങൾ ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കണം പടച്ചവനോട്. പടച്ചവനോട് മാപ്പ് ചോദിക്കുക, കരഞ്ഞ് കണ്ണീർ വാർത്തുകൊണ്ട് അത് ചോദിക്കാൻ കഴിയണം നമ്മൾക്ക്. അതിന് ശാന്തമായി ഇരുന്ന് എഴുത്തിക്കാഫിലിരുന്ന് നമ്മൾ ചെയ്യണം. പള്ളിയിലിരിക്കുന്നവർ അങ്ങനെ ചെയ്യണം. പള്ളിയിലാണത് ചെയ്യേണ്ടത്. ഇനി അതിന് സൗകര്യപ്പെടാത്തവരുണ്ടാവും. എന്നാലും വീട്ടിലോ ഓഫീസിലോ ജോലി സ്ഥലത്തോ ഒഴിഞ്ഞിരിക്കണം കുറച്ച് നേരം. എന്നിട്ട് നമ്മളെക്കുറിച്ചൊന്ന് ഓർക്കണം, നമ്മളിലേക്കൊന്ന് ഒതുങ്ങണം നമ്മൾ. എന്നിട്ട് പടച്ചവനോട് കാര്യങ്ങൾ പറയണം. 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു പരലോകത്ത് തണലിട്ട് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ 7 വിഭാഗത്തിൽ മറ്റാർക്കും കിട്ടാത്തൊരു യോഗ്യതയാണ്. ആ യോഗ്യതക്കുള്ള അർഹത ഇവിടെ നിന്ന് നേടേണ്ടതാണ്. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗത്തിൽ റസൂൽ പറഞ്ഞു തന്നിരിക്കുന്നത് ഒരു മനുഷ്യൻ ഒറ്റക്കിരുന്ന് പടച്ചവനെ കുറിച്ച് ഓർത്ത് കണ്ണീർ വാർത്ത മനുഷ്യൻ എന്നാണ്. നോക്കൂ, റസൂൽ പറഞ്ഞത് ഒറ്റക്കൊഴിഞ്ഞിരുന്ന് പടച്ചവനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ മനുഷ്യൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സ് തുറന്ന് കരഞ്ഞ മനുഷ്യൻ, ആ കരയുന്ന മനുഷ്യൻ അള്ളാഹു പരലോകത്ത് തണലിട്ട് അനുഗ്രഹിക്കും. ആർക്കും തണൽ കിട്ടാത്ത ആ ലോകത്ത് ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ മനുഷ്യരും വിചാരണ കാത്തു നിൽക്കുന്ന ആ രംഗത്ത് അള്ളാഹു പ്രത്യേകം തണൽ കിട്ടുക, അള്ളാഹുവിൻ്റെ പ്രത്യേക തണൽ കിട്ടുന്ന വിഭാഗം അള്ളാഹുവിന് 7 വിഭാഗത്തെ പറഞ്ഞ ഒന്ന്, ഒറ്റക്കിരുന്ന് പടച്ചവനെ കുറിച്ച് ഓർത്ത് കരയുന്ന മനുഷ്യനെന്നാണ്. ഇതൊക്കെ നമ്മൾ ഓർത്തെടുക്കുക. ഈ റമളാൻ മാസം തീരുന്നതിന് മുമ്പ് നമ്മൾക്ക് എന്താണോ ഇതിലൊക്കെ ചെയ്തു തീർക്കാൻ കഴിയുന്നത് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് പരമാവധി പുണ്യം സമ്പാദിക്കാനുള്ള ശ്രമം നടത്തുക. അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓർത്തെടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചെടുക്കാൻ നമ്മൾ ഈ റമളാൻ മാസത്തിൽ സമയം കാണേണ്ടതുണ്ട്. വളരെ ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മളെല്ലാം തികഞ്ഞ് പരിശുദ്ധരാണ്, നമ്മൾക്കങ്ങ് നേരിട്ട് സ്വർഗത്തിൽ പോകാം എന്ന് ഉറച്ച് വിശ്വസിച്ചുകൂടാ നമ്മളാരും. വിശുദ്ധ ഖുർആൻ പറയുന്നത് തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും വയുദ്ഖിലക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നിഷ്കളങ്കമായി പശ്ചാത്തപിക്കണമെന്നാണ്. നിഷ്കളങ്കമായി പടച്ചവരോട് പശ്ചാത്തപിക്കുക, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തേടുക. നമ്മൾ എല്ലാ കുറ്റങ്ങളും പടച്ചവന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് മാപ്പിരക്കുക പടച്ചവനോട്. ഒരു നാണവും നമ്മൾക്കതിനാവശ്യമില്ല. അതിനുള്ള വിനയവും മനസ്സുമാണ് നമ്മൾക്ക് വേണ്ടത്. കാരണം നമ്മൾ നമ്മുടെ പടച്ചവനോടാണ് പറയുന്നത്. നമ്മളെ പടച്ചവനോടാണ് പറയുന്നത്. അവൻ്റെ അടിമകളാണ് നമ്മൾ. അവൻ സൃഷ്ടിച്ച അവൻ്റെ അടിമകളാണ് നമ്മൾ. ആ യജമാനോടാണ് നമ്മൾ ചോദിക്കുന്നത്, പടച്ചവനെ എനിക്ക് മാപ്പാക്കി തരണേ, പുറത്തു തരണേ എന്ന്. അതിനുള്ള മനസ്സ് നമ്മൾക്ക് ആവശ്യമുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സംഭവം നോക്കൂ നിങ്ങൾ. വിശ്വാസിയായൊരു മനുഷ്യൻ തൻ്റെ പാപങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പൊളിഞ്ഞു ചാടാൻ നിൽക്കുന്ന, വീഴാനായിട്ട് നിൽക്കുന്ന ഒരു പാറയുടെ കീഴെ നിൽക്കുന്നത് പോലെയാണ് അവൻ അനുഭവപ്പെടുക. നമ്മുടെ പാപങ്ങളുടെ ബാഹുല്യം വലുപ്പമെല്ലാം ഓർത്ത്
അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് അനുഭവപ്പെടുന്ന വികാരം അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ തലയിലൂടെ പൊളിഞ്ഞു ചാടുമെന്ന് ഭയപ്പെടുന്ന വിധത്തിലുള്ള ഒരു പാറയുടെ കീഴിൽ നിൽക്കുന്നത് പോലെ അസ്വസ്ഥതയും ബേജാറും അയാൾക്കുണ്ടാവുമെന്നാണ്. നമ്മുടെ പാപങ്ങളെക്കുറിച്ച്, കുറ്റങ്ങളെക്കുറിച്ച് ഓർത്താൽ അങ്ങനെ ഉണ്ടാവുമെന്ന്. കാഫിറും മുനാഫിക്കുമായ ആളുകളെ പറ്റി അദ്ദേഹം പറയുന്നത്, തൻ്റെ മുന്നിലൂടെ മൂക്കിൽ ഇരുന്ന് പറന്നു പോകുന്ന ഈച്ചയെ പോലെ നിസ്സാരമായിട്ടാണ് തൻ്റെ പാപങ്ങളെക്കുറിച്ച് അയാൾ കാണുക എന്നാണ്. നമ്മൾ ഏത് ഭാഗത്താണ് പെടുന്നത്? നമ്മൾ ഏത് ഭാഗത്താണ് പെടേണ്ടത്? നമ്മൾ ഒരു നിരാശയുമില്ലാതെ പടച്ചവനോട് മാപ്പ് ചോദിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തൗബത്തൻ നസൂഹൻ, നിഷ്കളങ്കമായിട്ട് പടച്ചവനോട് യാചിക്കുക. കാരണം അള്ളാഹുവിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എല്ലാ പാപവും പൊറുക്കുന്ന അങ്ങേറ്റം കാരുണ്യമുള്ളവനായിട്ട് പരിചയപ്പെടുത്തുന്നു. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ. നോക്കൂ, ഏത് പാപം ചെയ്തവൻ്റെയും മനസ്സ് തട്ടി തുറക്കുന്ന വിധത്തിലാണ് അള്ളാഹു പറയുന്നത്, യാ ഇബാദ്, എൻ്റെ അടിമകളെ. ആരെയാണ് അള്ളാഹു എൻ്റെ അടിമകളെ എന്ന് വിളിക്കുന്നത്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് പരിധിയില്ലാതെ തെറ്റുകൾ ചെയ്തവർ, ഒരു കണക്കുമില്ലാതെ തെറ്റുകൾ ചെയ്ത മനുഷ്യന്മാർ, പരിധിയില്ലാതെ തെറ്റുകുറ്റങ്ങൾ ചെയ്ത മനുഷ്യന്മാർ അള്ളാഹു വിളിക്കുന്നത് യാ ഇബാദ്, എൻ്റെ അടിമകളെ. വളരെ സ്നേഹനിർഭരമായിട്ട് നമ്മുടെ മനസ്സ് തട്ടിത്തുറക്കുന്ന രീതിയിൽ അള്ളാഹു പറയുകയാണ്, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാവണ്ട. അള്ളാഹു എന്നോട് കരുണ ചെയ്യില്ല, എനിക്കിനി പടച്ചവനോട് പ്രാർത്ഥിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചു പോകരുത് എന്നാണ്. എന്ത് തെറ്റ് ചെയ്താലും, എത്ര പാപങ്ങൾ ജീവിതത്തിൽ വന്നു പോയാലും അതൊക്കെ പുറത്തു തരുന്നവനാണ് പടച്ചവൻ. ആ പടച്ചവൻ്റെ നേരെ മനസ്സുരുകി തൊണ്ടയിടറി കൈകൾ നീട്ടിയാൽ, കൈകൾ ഉയർത്തിയാൽ ആ പടച്ചവൻ ആ കൈ തട്ടി മാറ്റില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, അള്ളാഹുവിന് ഏറ്റവും ലജ്ജയുള്ളൊരു കാര്യം തൻ്റെ അടിമ തൻ്റെ നേരെ കൈ നീട്ടിയിട്ട് അതൊന്നും കൊടുക്കാതെ തിരിച്ചു വിടുന്നതാണ് എന്നാണ്. അപ്പം അള്ളാഹിൻ്റെ നേരെ നമ്മൾ വളരെ സാധുക്കളായ അവൻ്റെ അടിമകളാണ്, അവൻ്റെ സൃഷ്ടികളാണ്. നമ്മൾ കൈ നീട്ടിയിട്ട് ആ ചോദിക്കുന്നതൊന്നും കൊടുക്കാതെ, യാചിക്കുന്നതൊന്നും കൊടുക്കാതെ തിരിച്ചു വിടുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ലജ്ജയുള്ളൊരു കാര്യമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഒരു നിരാശയുമില്ലാതെ വലിയ പ്രതീക്ഷയോടുകൂടി പടച്ചവൻ എനിക്ക് പുറത്തു തരും, മാപ്പ് തരും എന്ന പ്രതീക്ഷയിൽ പടച്ചവനോട് മാപ്പ് ചോദിക്കുക, ഏറ്റു പറയുക. ഈ കാര്യങ്ങളൊക്കെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ ദാനധർമ്മങ്ങൾ ശ്രദ്ധിക്കുക, എഴുത്തിക്കാഫ് ശ്രദ്ധിക്കുക, ജമാഅത്ത് നമസ്കാരങ്ങളിലും പ്രാർത്ഥനകൾക്ക് കൂടുതൽ ജാഗ്രത കാണിക്കുക. പലപ്പോഴും നമ്മളുടെയൊക്കെ അനുഭവങ്ങൾ ഇതിങ്ങനെ ആദ്യത്തെ 10 കുറഞ്ഞ ദിവസങ്ങളൊരു ആരംഭ ശൂരത്വം പോലെ എല്ലാവരും പള്ളി നിറയെ ആളുണ്ടാവും. അപ്പോൾ തന്നെ ഏതാണ്ടൊക്കെ കുറഞ്ഞു പോയി, പകുതിയും അതിന് താഴേക്കൊക്കെ വന്നു. എന്നാൽ നമ്മൾ ഏറ്റവും ജാഗ്രത കാണിക്കേണ്ട അവസാനത്തെ 10 അങ്ങാടികളിൽ ഇങ്ങനെ നടന്നാൽ പോരാ, അത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കണം, പക്ഷെ പള്ളിയിൽ വരണം. രാത്രി നമസ്കാരങ്ങൾ താല്പര്യം കാണിക്കണം. ജമാഅത്ത് നമസ്കാരങ്ങൾ മുടങ്ങാതെ പങ്കെടുക്കുക, ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വർധനവ് കാണിക്കുക. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് ഈ സക്കാത്തുൽ ഫിത്റിൻ്റെ കാര്യമാണ്. റംസാൻ മാസം കഴിയുന്നതോടുകൂടി അത് കൊടുക്കേണ്ടതുണ്ട്. റംസാൻ പെരുന്നാൾ ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അത് കൊടുക്കാം. സഹാബികൾ പെരുന്നാളിൻ്റെ 1 2 3 ഒക്കെ ദിവസങ്ങൾ മുമ്പ് തന്നെ അത് കൊടുക്കാറുണ്ടായിരുന്നു. അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചത് തുഹ്റത്തുൽ സ്വായിമി വ തഅമത്തുൽ മസാക്കീൻ, 2 വാക്ക് ഉപയോഗിച്ചിട്ടാണ്. ഒന്ന്, നമ്മുടെ നോമ്പിൽ വന്ന പാളിച്ചകൾക്കുള്ള ഒരു പരിഹാരം. നമ്മൾ നോമ്പ് എത്ര ശ്രദ്ധിച്ചാലും ചില പോരായ്മകളൊക്കെ സംഭവിക്കും, അതിനൊരു പരിഹാരമാണത്. രണ്ടാമത് തഅമത്തുൽ മസാക്കീൻ, സാധുക്കളായ ആളുകൾക്കുള്ള ഭക്ഷണമാണത്. ഈ 2ഉം ഈ സക്കാത്തുൽ ഫിത്ർ കൊണ്ട് നടക്കണം. അത് നമ്മൾ കൊടുക്കാൻ ഇപ്പോഴേ ഒരുങ്ങുക. അത് സമ്പത്തിൻ്റെ വലിപ്പം നോക്കിയല്ല, അളവ് നോക്കിയല്ല,
കൊടുക്കേണ്ടത്. സമ്പത്തിൻ്റെ കണക്ക് നോക്കി കൊടുക്കുന്നത് സക്കാത്താണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അത് നമ്മൾ നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. സക്കാത്തുൽ ഫിത്തർ ഒരു വീട്ടിലെ അംഗങ്ങളെ നോക്കി തല എണ്ണി കൊടുക്കേണ്ടതാണ്. നല്ല സമ്പന്നരായ ആൾ 2-3 മെമ്പർ ഉള്ളെങ്കിൽ അവർക്ക് കൊടുത്താൽ മതി. അവർക്ക് അത്ര നിയമമുള്ളൂ, എത്രയും കൊടുക്കാം. പക്ഷേ നിയമത്തിലുള്ളൂ. അത്ര സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ 5-8 ആളുണ്ടെങ്കിൽ അവരെ എണ്ണം നോക്കി കൊടുക്കണം. അപ്പോൾ ഓരോരുത്തർക്കും വിശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയാണ്. കാരണം അവനവൻ്റെ നോമ്പിൽ വന്ന പോരായ്മകൾക്കുള്ളൊരു പരിഹാരമാണ്. അത് ഏറ്റവും നന്നായിട്ട് നമ്മൾ കൊടുക്കുക. അത് മുമ്പൊക്കെ നമ്മളുടെ നാട്ടിൽ യാചകരെ സൃഷ്ടിക്കുന്നൊരു ഏർപ്പാടായി മാറിയിരുന്നു. റസൂലുള്ളാഹിൻ്റെ കാലത്തേതുപോലെ അത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടുപോകാനും ആ യാചനാ സ്വഭാവം ഒഴിവാക്കാനുള്ള മാർഗം നമ്മൾ സ്വീകരിക്കണം. നമ്മൾ ചെയ്യാറുണ്ട്. അതിലൊരു കാര്യം നിർദ്ദേശിക്കാനുള്ളത്, ഒന്ന്, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ആളുകൾ ഈ പെരുന്നാൾ ദിവസം ഉപയോഗിക്കുന്ന അരിയുണ്ട്. നെയ്ച്ചോറോ ബിരിയാണിയൊക്കെ വെക്കണം. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നമ്മളുടെ ശീലങ്ങൾ. അതിനാരും എതിരല്ല, മതം എതിരല്ല. അപ്പോൾ ആ ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അരികൾ കൊടുക്കാൻ കഴിയുമെങ്കിൽ ഉചിതമായ രീതി അത് തന്നെയാണ്. അതിനാണ് നമ്മൾ എല്ലായിടത്തും അങ്ങനെയാണ്. കുറച്ചുകൂടിയൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തൊക്കെ പോയി നോക്കിയാൽ ബസുമതി അരിയാണ് അവരൊക്കെ കൊടുക്കുന്നത്. അവർക്ക് അവരുടെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയൊക്കെ ആ രീതിയിലാണ്. അവർ ആ രീതിയിൽ അല്ലാത്തൊരു അരി അവർക്ക് പരിചയമല്ല പെരുന്നാളിന് കൊടുക്കുന്നത്. നമ്മുടെ ഭാഗത്ത് ഇപ്പോഴും ചില ആളുകളൊക്കെ ഇപ്പോഴും ചോദിക്കും, റേഷൻ ഷാപ്പിൽ നിന്ന് അരി വാങ്ങി കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ നമ്മൾ ഈ കൊടുക്കാൻ വേണ്ടി വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ എന്നാണ് ഖുർആൻ പറഞ്ഞ്. ചെലവഴിക്കാൻ വേണ്ടി നിങ്ങൾ മോശമായ സാധനം കരുതി വെക്കരുത്. ചെലവഴിക്കാൻ നല്ലതേ കൊടുക്കാവുന്ന. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെലവഴിക്കുവോളം നിങ്ങൾ പുണ്യവാന്മാരാവില്ല എന്ന്. നമ്മൾ കൊടുക്കുന്നത് നല്ലത് കൊടുക്കണം. നമ്മളൊന്ന് ശ്രമിച്ചാൽ 10, 20, 30 രൂപൻ്റെ വ്യത്യാസമേ വരുള്ളൂ. നമ്മൾ സാധാരണ കൊടുക്കുന്ന അരിയേക്കാൾ നല്ല അരി, നെയ്ച്ചോറോ ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റുന്ന അരി കൊടുക്കാൻ നമ്മൾ കഴിയും. അത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒന്ന് ആ കാര്യം ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെ നമ്മൾ അടുത്ത പള്ളികളൊക്കെ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പല ആളുകളുടെയും ധാരണ, നമ്മൾ ഈ സക്കാത്തുൽ ഫിത്തറിൻ്റെ അരിൻ്റെ കാശ് അവിടെ ഏൽപ്പിച്ചു കൊടുത്താൽ പിറ്റേന്ന് നമുക്കത് ഇങ്ങോട്ട് തന്നെ വാങ്ങിപ്പോരാനുള്ളൊരു ഏർപ്പാടാണെന്ന്. അങ്ങനെയല്ലത്. അത് സാധുക്കളായ ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ്. അവർക്ക് കൊടുക്കുകയാണ് നമുക്കതിന് കൂലി കിട്ടും. പക്ഷേ സംഭവിക്കുന്ന ഒരു കാര്യം റസൂൽ തന്നെ പറഞ്ഞു. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിൽ ചിലപ്പോൾ നിങ്ങളിൽ ഏറ്റവും മിസ്കീനായ ആളുകളുണ്ടാവും, അവരിലേക്ക് അവർ കൊടുക്കുന്നുണ്ടാവും, അവരിലേക്ക് തന്നെ കൂടുതൽ കിട്ടും ചെയ്യുന്ന. അതൊരു പൊതു നിയമമല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അത് കിട്ടുമെന്നാണ്. അതല്ലാതെ എല്ലാവരും കൊടുത്ത് എനിക്ക് തരണം, അങ്ങനെ ചില സ്ഥലത്തൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, കൊടുക്കുക അപ്പോൾ എനിക്ക് ഇത്ര തരണം കേട്ടോ എന്ന് ആദ്യം തന്നെ പറയുക. അതൊരു രീതിയല്ല. നമ്മൾ കൊടുക്കുന്നതിൻ്റെ പുണ്യം നമ്മൾക്ക് കിട്ടണ്ടേ. സാധുക്കൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാനുള്ളതാണ് നമ്മുടെ നോമ്പിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ആളുകൾക്കത് കിട്ടും. കുറച്ച് കൂടുതൽ കിട്ടുന്നവർ അവർ ഉപയോഗിച്ചോട്ടെ. ഭക്ഷണമല്ല, അരിയല്ലേ, ഉപയോഗിക്കാൻ അതിനെ പറ്റുള്ളൂ. വേറെ ഒന്നിനും അത് പറ്റില്ല. അരി ഭക്ഷണം വെച്ച് കഴിക്കാൻ തന്നെ പറ്റുള്ളൂ. ആ ആൾക്കാർക്ക് കൊടുത്താൽ അവർ കഴിക്കും. അപ്പോൾ നമ്മളത് കൊടുത്തിട്ട് എനിക്ക് അതിനേക്കാൾ കൂടുതൽ കിട്ടണം എന്നുള്ള ആ നെയ്യത്തോടു കൂടി കൊടുക്കുന്ന ഒരു നല്ല രീതിയല്ല. അത് ആ സാധുക്കളായ ആളുകൾക്ക് കിട്ടും. ചിലപ്പോൾ സാധുക്കളായ ആളുകൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും കൊടുക്കാൻ, പക്ഷെ അവർക്ക് ചിലപ്പോൾ കൂടുതൽ കിട്ടിയെന്ന് വരാം. ഇതൊക്കെ നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ റമദാൻ മാസമാണ്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ പ്രാർത്ഥന വളരെ പ്രധാനമായൊരു സംഗതിയാണ്. പ്രാർത്ഥനയിൽ പ്രത്യേകമായി നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫലസ്തീനിലെ ഗസയിലെ അവസ്ഥ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെയൊക്കെ മനസ്സ് നീറിപ്പോകുന്ന വിധത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ചന്ദ്രനിൽ നിന്ന് അല്ല, സ്പേസിൽ നിന്ന് ചില ആളുകൾ 4 പേര് ഇങ്ങോട്ട് കൂളായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വലിയൊരു വാർത്തയായിട്ട് നമ്മളിങ്ങനെ വായിച്ചു, ആഘോഷിച്ചു. ഇന്ത്യക്കാർ അതിലുണ്ട്, സുനിതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആളുകളും മീഡിയകളൊക്കെ ആഘോഷിക്കുകയാണ്. അതേ ദിവസത്തെയും പിറ്റേ ദിവസത്തെയും പത്രത്തിൽ വന്നത് 400-500 ആളുകളെ നിഷ്കരുണം ബോംബിട്ട് കൊല്ലുന്നതാണ്. മുസ്ലിങ്ങളാണ് അവരൊക്കെ. അവർ നോമ്പെടുക്കുന്ന ആളുകളാണ്. നമ്മളെപ്പോലെ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. ആ ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു കൂട്ടായി ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥന ഔപചാരിക പ്രാർത്ഥനയല്ല. ഒറ്റക്കാകുമ്പോഴും നമ്മളുടെ പ്രാർത്ഥന നടക്കുമ്പോഴും അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിൽ വരേണ്ടത് അവർക്ക് ക്ഷമ നൽകാനും പടച്ചവൻ്റെ സഹായം ലഭിക്കാനും കൊല്ലപ്പെടുന്ന ആളുകൾക്ക് രക്തസാക്ഷിത്വം നൽകി അനുഗ്രഹിക്കാനാണ്. കൊല്ലപ്പെടുകയാണ്, രക്തസാക്ഷിയായാൽ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകും. വിചാരണയില്ലാതെ സ്വർഗത്തിൽ. ഈ തരത്തിലുള്ള ഭീഷണിയും ഭയവും ഒക്കെ ഉണ്ടായിട്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആ മനുഷ്യന്മാർ അതിനു വേണ്ടി നിൽക്കുകയാണ്.
റമദാൻ മാസമാണ്, അവർ നോമ്പ് വിൽക്കുന്നുണ്ട്. അവർ ആ സാഹചര്യത്തിലാണ്. നേരത്തിന് ഭക്ഷണം കഴിക്കാൻ അവർ കഴിയുന്നില്ല, നമസ്കരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ആഹ്ലാദത്തോടു കൂടി അവരൊക്കെ ചെയ്യുന്നത്. അതിനിടക്കാണ് ഈ ബോബ് വന്ന് വീഴുന്നത്. നമ്മുടെ പ്രാർത്ഥന ആ വിഭാഗം നമ്മളുടെ സഹോദരന്മാരാണ്. അവർ വിശ്വാസികൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഒരേ ശരീരത്തിൻ്റെ ഭാഗമാണ്. അവർക്ക് വേണ്ടി മനസ്സുരുക്കി നമ്മൾ പ്രാർത്ഥിക്കുക. സർവശക്തനായ അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ അതിൻ്റെ പുണ്യം പരമാവധി സമ്പാദിക്കാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ നാഥ. ഒരു റമദാനിൽ ഇനി പ്രതീക്ഷിക്കാൻ നമ്മൾക്ക് ഭാഗ്യമൊന്നുമില്ല, ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തവരാണ് നമ്മൾ. അതുകൊണ്ട് കിട്ടിയ അവസരം ഉപയോഗിക്കുക. അള്ളാഹുവേ ഈ റമദാൻ മാസത്തിൽ അടുത്ത ദിവസങ്ങൾ, ഈ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ ആരാധനകളിൽ മുഴുകാനും നിന്നെ പ്രാർത്ഥിക്കാനും ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം നേടിയെടുക്കാനും പടച്ചവനെ നീ ഞങ്ങൾക്കൊക്കെ തൗഫീക്ക് ചെയ്തു മാറാനേ. മുസ്ലിം സഹോദരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും പല കാരണങ്ങളാൽ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്നുണ്ട്. നാഥ, ഈ റമദാൻ്റെ വിശുദ്ധിയിൽ വിശ്വാസികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും നടത്തുന്ന പ്രാർത്ഥനകളിൽ അവർക്കിടം നൽകി അവർക്ക് സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകണേ നാഥ. ഫലസ്തീനിലെ ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹുവേ നീ ഈ റമദാൻ മാസത്തിൽ അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകണേ നാഥ. അവരിൽ നിന്ന് വധിക്കപ്പെടുന്ന ആളുകളെ രക്തസാക്ഷികളായി അംഗീകരിച്ച് അവർക്ക് സ്വർഗത്തിൽ ഇടം നൽകി നാഥ നീ അനുഗ്രഹിക്കുമാറാകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز